Hi, hello and welcome back to channel My Cooking Stories. അപ്പോൾ ഇന്നത്തേത് ഒരു ഹാഫ് ഡേ വ്ലോഗാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ കൂടാതെ രണ്ട് നല്ല റെസിപ്പീസും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം താഴത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട് ഡോർ ഒന്ന് തുറന്നിടും. അപ്പം തുറന്നിടുമ്പം രാവിലെ തന്നെ നല്ലൊരു വെളിച്ചവും നല്ല സൺലൈറ്റും ഒക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറും അതേപോലെ തന്നെ ഹാളിൽ ഒരു ഡോറും ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ രാവിലെ തന്നെ തുറന്നിടും. പതിവ് പോലെ തന്നെ ആദ്യം കിച്ചണിലേക്കാണ്. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട്, പക്ഷേ ഇപ്പം ഇവിടെ വിൻ്ററാണ്. അപ്പം വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചൂടൊന്നും എടുക്കില്ല, നല്ല തണുപ്പാണ്. അപ്പം രാവിലെ തന്നെ ഇതും ഈ ഒരു കേർട്ടനും ഞാൻ തുറന്നിടും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കോഫി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചില ദിവസം ചായ കുടിക്കും, ചില ദിവസം കോഫിയാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ പോലെയാണ്. ഇന്നിപ്പോൾ എന്തായാലും കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പാലൊന്ന് തിളച്ച് വരുന്ന നേരം ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു വൈറ്റ് ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതും പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള ചുവന്നുള്ളിയാണ്. അപ്പോൾ ഇവിടെ അത് ഫ്രഷ് ആയിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫ്രോസൺ ആണ് മേടിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ ചിക്കൻ റൈസൊക്കെ പോയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കോഫി കുടിച്ചു കഴിഞ്ഞു. ഇനി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ബൺ ദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചട്നിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മീഡിയം സൈസ് സവോള അതുപോലെ നമുക്ക് റഫായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഷേപ്പൊന്നും പ്രശ്നമില്ല, നമ്മൾ എന്തായാലും ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ലൊരു കളറുണ്ടാവും. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഷേപ്പൊന്നും പ്രശ്നമില്ല, ഇങ്ങനെ റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന മുളക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവോള, പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് വെക്കാം. ഇനി ഒരു പാനിലിട്ടിട്ട് പാനിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു അരച്ച് വെച്ച ഉള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കണം. ആ ഒരു സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന നേരം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷേ നമ്മളിത് ദോശയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുറച്ചൊരു കുറുകിയ പോലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്. ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചട്നിയാണിത്. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കാനുള്ള ദോശൻ്റെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഈ ദോശമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ, അത്രയും കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അരച്ചതാണ്. അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും 1 കപ്പ് അവലും കൂടി അടിച്ചിട്ടാണ് ഇത് അരച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല. അരയ്ക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരക്കാൻ. നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. ഇനി ഈ ദോശമാവിൻ്റെ ടേസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 4 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പാണ്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും കൂടി നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് ഞാനിപ്പോൾ ചുടുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ ഉള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അടുത്ത വലിയൊരു പണി മോളെ എണീപ്പിക്കുകയാണ്. ഇന്ന് മോൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. സ്കൂൾ എന്ന് പറയുമ്പം ഡേ കെയർ പോലെയാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് മോള് പോകുന്നത്. അപ്പം ഞാൻ പതുക്കെ എണീപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ പോലെയാണ്. ചില ദിവസം മടിയാണ് എണീക്കാൻ, ചില ദിവസം നല്ല ഇൻട്രസ്റ്റുമാണ്. ഇന്നിപ്പം കുറച്ച് ഉറക്കം തൂങ്ങിയൊരു ദിവസമാണ്. ചില ദിവസം നല്ല ഇൻട്രസ്റ്റോടൊക്കെ പോവും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അവളൊന്ന് ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റി മോള് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോവാണ്. പിന്നെ ഡേ കെയറിൽ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അധിക ദിവസം പോകുന്ന ദിവസം അങ്ങനെ ഇവിടുന്ന് കഴിക്കലില്ല. എന്തെങ്കിലും പാലോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുത്തിട്ടാണ് മോൾ സ്കൂളിൽ പോവുക. അപ്പം ഞാൻ മോളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോവാണ്. പിന്നെ ഈ ഡേ കെയർ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഡേ കെയറിലെത്തി. അപ്പോൾ ഇതാണ് ഈ ഒരു മോളുടെ ഡേ കെയർ. ഏർലി ബേർഡ്സ് എന്നാണ് ഈ ഒരു ഡേ കെയറിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിതാ കയറുകയാണ്. അപ്പോൾ 9 മണിയായി സമയം. അപ്പോൾ കയറിയ ഉടനെ തന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യണം. അപ്പം മോള് ഇന്നിപ്പം വലിയ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്ത ദിവസമാണ് അവൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസം ഞാനും കൂടെ പോവും. തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം അടുത്തത് ഞാനും ആൽക്കും കൂടി ഒന്ന് നടക്കാൻ പോവും, ഒരു മോർണിംഗ് വാക്കൊക്കെ പോലെ. ഇപ്പോൾ ഇത് ഡെയിലി ഒന്നും പോവില്ല, മോൾക്ക് സ്കൂൾ ഉള്ള ദിവസം മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. കാരണം സ്കൂളില്ലാത്ത ദിവസം മോളെയും കൂട്ടി നേരത്തെ എണീറ്റ് പോകുന്നൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരു വാക്കിംഗ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ബെറിൻബ വെറ്റ്ലാൻഡ്സ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ശരിക്കും നല്ല സ്ഥലമാണ്. നമുക്ക് നടക്കാൻ ഇങ്ങനെ മോർണിംഗ് വാക്കിന് വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ശരിക്കും ഇതിൻ്റെ ഫുള്ളൊരു കാട് പോലെയാണ്. പക്ഷേ നല്ലൊരു ഫ്രഷ് എയറും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ രാവിലെ തന്നെ നടക്കാൻ വരുമ്പം. പിന്നെ ഈ വാക്കിംഗ് ട്രാക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് റെസ്റ്റ് എടുക്കാനും സ്റ്റോൺ ബെഞ്ചും അതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം എക്സസൈസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. ഞാൻ പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ബൺ ദോശയാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പരത്തിയിട്ട് ചുടുകയല്ല, വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഞാനത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ നല്ല ബണ്ണ് പോലെ പൊന്തിയിട്ടുള്ള ഈ ഒരു അപ്പം കിട്ടും. ശരിക്കും നല്ല ടേസ്റ്റാണിത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് രാവിലെ നമ്മൾ എപ്പോഴും സാധാരണ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ദോശയും ഈ ഒരു ചട്നിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും. അധികം യൂട്യൂബായിരിക്കും നോക്കിയിരിക്കുക. എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാണുന്ന അതൊക്കെ കാണും. പിന്നെ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കും. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. അപ്പം നിങ്ങളത് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം അതിലെന്തെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഞാൻ റീൽസൊക്കെ ആഡ് ചെയ്യലുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഈ ടൈമിൽ ചെയ്യും. പിന്നെ നമ്മൾ വീഡിയോക്ക് എന്തെങ്കിലും വോയിസ് ഓവർ കൊടുക്കാനോ തമ്പനെയിൽ ഉണ്ടാക്കാനോ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ടൈമിലാണ് ഞാൻ അധികം ചെയ്യുന്നത്. അപ്പോഴത്തേക്കും സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ചിക്കൻ പുലാവാണ്. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് ബസ്മതി അരിയാണ്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കും.
അപ്പം അത് ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. മസാല എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. ഞാൻ എപ്പോഴും കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ സ്ലാബിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഈ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവോള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവോള ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ക്യൂമിൻ സീഡും പിന്നെ ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫുൾ സ്പൈസസ് ആണ്. 2 കഷ്ണം പട്ട, 2 കഷ്ണം കരയാമ്പൂ, പിന്നെ ഒരു 3-4 ഏലക്ക. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇത് ആ ഉള്ളീൻ്റെ കളർ കുറച്ച് മാറണം, അപ്പോഴാണ് ആ ഒരു ഫ്രൈ ചെയ്തൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു മണം പോകുന്ന വരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഞാനിതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. അത് കഴുകി ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഈ ഒരു ഉള്ളിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് അരി വേവുന്നതും ചിക്കൻ വേവുന്നതൊക്കെ ഈ ഒരു വെള്ളത്തിലാണ്. അപ്പം ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ അരി വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുലാവിന്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, 2 പച്ചമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡറും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോൾ മല്ലി ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ആവുന്ന വരെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അതായത് ഈ 6 കപ്പ് എന്നുള്ളത് ഒരു 4 കപ്പ് ആവുന്ന വരെ ആക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ചിക്കൻ ഒന്ന് വേവുന്ന ആ ഒരു പാകമാവുന്ന വരെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേണം ഈ ഒരു അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്പൂണോണ്ട് ഇട്ട് ഇങ്ങനെ കുത്തി നോക്കുക. ഇതൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ പതുക്കെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു റൈസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം എന്തായാലും ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അത് മൂടി വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡിന്നറിനും കൂടി കൂട്ടിയിട്ടാണ് 2 കപ്പ് എടുത്തത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ പോവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു പുലാവിൻ്റെ കൂടെ ഞങ്ങളിപ്പോൾ ഇന്ന് അച്ചാറും അതുപോലെ പപ്പടമാണ്. ശരിക്കും ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ മസാല ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ മോളെ തിരിച്ച് വിളിക്കാൻ പോവാണ്. ഒരു 2:45 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മോളെ സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിക്കാം. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും അവൾ തിരിച്ചു വരാൻ റെഡിയായി നിൽക്കുകയാണ്. ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം. അടുത്ത നല്ലൊരു റെസിപ്പിയോ വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.